जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। കാഞ്ഞിരക്കോൾ ജോലി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 4ാം വാർഷികത്തോടാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സ്ഥാനത്തും അധ്യക്ഷ സ്ഥാനത്തേക്ക് വഹിക്കുന്ന നമ്മുടെ മുഖ്യ രക്ഷാധികാരി ലത്തീഫ് കുളക്കാടനും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ഫൈസൽ ഇടശ്ശേരിയും നമ്മുടെ വാർഡ് മെമ്പറും കൂടിയായ നുസൈബ ഇടത്തടത്തിനും അതേപോലെ തന്നെ ഹോം കെയർ പാലിറ്റീവ് ഫസുൽ സാറിനും ഈ വേദിയിലിരിക്കുന്നതും പുറത്തിരിക്കുമായ എല്ലാ വിശിഷ്ട വ്യക്തികളേക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ലത്തീഫ് കുളക്കാടനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ ഇടശ്ശേരി, നമ്മളുടെ വാർഡ് മെമ്പറും പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള നുസൈബ, ഹനീഫ മാസ്റ്റർ, കെയർ ആൻഡ് പാലിയേറ്റീവ് തലക്കാട് ഫസലുർ റഹ്മാൻ, ഉസ്മാൻ, കെ പി നാസർ, ടി സതീശൻ, അസ്കർ, ഫാസിൽ, റാഷിദ്, മറ്റ് ജോളി ഫ്രണ്ട്സിൻ്റെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ കാഞ്ഞിരക്കോലിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജോളി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറയുന്ന സംഘടന, അത് സ്പോർട്സ് രംഗത്തും ആർട്സ് രംഗത്തും ചാരിറ്റി രംഗത്തും അതിൻ്റേതായ ഉത്തരവാദിത്വം നിറവേറ്റി അതിൻ്റേതായ സംഭാവനകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു വാർഷികാഘോഷമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു ക്ലബിൻ്റെ വാർഷികാഘോഷം നടക്കുമ്പോൾ നമ്മളെല്ലാവരും സന്തോഷപരമായി അത് ആഘോഷിക്കും, കലാപരിപാടികൾ അവതരിപ്പിക്കും, ഗാനമേളയുണ്ടാവും. ആ പരിപാടികളെല്ലാം തന്നെ ഇവിടെയുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ജോളി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് കലാകായിക രംഗത്തു നിന്നുള്ളതുപോലെ തന്നെ ചാരിറ്റി രംഗത്തും അതിൻ്റേതായ ചില സംഭാവനകൾ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നിവിടെ വീൽ ചെയർ ഉദ്ഘാടനവും പാലിയേറ്റീവ് കെയറിൻ്റെ ആളുകൾ ഇവിടെ വന്നതും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അവരുടെ എത്തിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, കോവിഡ് കാലത്ത് അതുപോലെ മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാലത്തൊക്കെ തന്നെ ജോളി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജനങ്ങളുടെ കൂടെ, പ്രയാസം അനുഭവിക്കുന്നവരുടെ കൂടെ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്, ഒരു ക്ലബ്ബാണ്. സത്യത്തിൽ പറഞ്ഞാൽ ഈ ക്ലബിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റെല്ലാവർക്കും മാതൃകയാക്കാവുന്നത് കൂടിയാണ് എന്ന് ഞാൻ ഉണർത്തുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് ഫൈസൽ ഇടശ്ശേരി. നിങ്ങൾ റോഡിന് ഫണ്ട് വെക്കും, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഫണ്ട് വെക്കുന്നത് പോലെ തന്നെ ഇത്തരം സത്പ്രവർത്തികൾ ചെയ്യുന്ന ക്ലബ്ബുകൾക്ക് കൂടി സഹായകരമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും, അതുപോലെ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോട് കൂടിയാണ് പറയുന്നത്. ഇത്തരം പ്രവർത്തനത്തിന് നിങ്ങളുടെ കൂടി പിന്തുണ ഉണ്ടാകണമെന്ന് ഞാൻ വിനീതമായി ഈ അവസരത്തിൽ ഉണർത്തുകയാണ്.
അതുപോലെ ഈ പരിപാടിക്ക് സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. ക്ലബിൻ്റെ പ്രവർത്തകന്മാർ, അല്ലാത്തവർ, ഇതിൻ്റെ അഭ്യുദയകാംക്ഷികൾ, മറ്റ് വ്യക്തികൾ, സ്ഥാപനങ്ങൾ, അവരെല്ലാവരുടെയും ഇനിയും അവരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ്. ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഫൈസൽ എടശ്ശേരിയെ ഞാൻ ഹാർദവപൂർവ്വം ക്ഷണിക്കുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ സുഹൃത്ത് ലത്തീഫ് കൊളക്കാടൻ, ഇവിടെ സന്നിഹിതയായിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നുസൈബ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫസൽ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ, ജോളി ഫ്രണ്ട്സിൻ്റെ നല്ലവരായ പ്രവർത്തകന്മാർ, സഹോദരി സുഹൃത്തുക്കളെ, ഈ പ്രദേശത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷയും ആവേശവുമാണ് ജോളി ഫ്രണ്ട്സ് ക്ലബ്ബെന്ന് ഈ സദസ്സ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നാട്ടിൻപുറങ്ങളിൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള ധാരാളം സന്നദ്ധ സംഘടനകൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിലൊരു പ്രദേശത്തിൻ്റെ നാഡ്യമിടിപ്പുകൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനും ആ പ്രദേശത്തെ സാധാരണക്കാരുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും അവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കാനും ഒക്കെ കഴിയുന്നത് ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾക്കാണ്. ജോളി ഫ്രണ്ട്സ് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ ജോളിയുടെ ആളുകളാണെന്ന് തോന്നിപ്പോകും. അങ്ങനെ നമ്മൾ പൂർണ്ണമായും ജോളിയാകാൻ പാടില്ല. എന്നാൽ നമ്മൾ ജോളി വേണം. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ആസ്വദിക്കാനുള്ളതാണ്. ആ ആസ്വാദനം എന്ന് പറയുന്നത് അതിരുകൾ ലംഘിക്കാത്ത, സീമകൾ ലംഘിക്കാത്ത എല്ലാ ആസ്വാദനങ്ങളും ആകണം. ഇവിടെ ലത്തീഫ് പറഞ്ഞു, ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള സംഘടനകൾക്കും അതുപോലെ തന്നെ സംവിധാനങ്ങൾക്കും ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്ന്. കോവിഡിന് ശേഷം ഞങ്ങൾ ഇത്തരത്തിൽ ക്ലബ്ബുകളെ സംഘടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 1-2 വർഷമായി ചില പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുകയും പലതരത്തിലുള്ള പരിപാടികൾ ജില്ലാതലത്തിൽ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തു. നമുക്കറിയാം, വേൾഡ് കപ്പ് കഴിഞ്ഞു പോയി. വേൾഡ് കപ്പിനോടനുബന്ധിച്ച് നമ്മൾ ജീവിതമാണ് ലഹരി എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി നല്ലൊരു ക്യാമ്പയിൻ നടത്തുകയും ജില്ലയിലെ വിവിധ ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാതലത്തിൽ തന്നെ ഫുട്ബോൾ മത്സരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. ആ മത്സരങ്ങളൊക്കെ നടക്കുമ്പോഴും അതിൽ നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്. പ്രായക്കാർ തൊട്ട് യുവജനങ്ങൾ വരെ ഇന്ന് വഴിതെറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാനും നിങ്ങളുമുള്ളത്. ലഹരി പദാർത്ഥങ്ങൾ പഴയ കാലത്തേതിൽ നിന്ന് വിഭിന്നമായി ഭയാനകമായ രീതിയിൽ പലതും നമ്മളുടെ കുട്ടികളുടെ കൈകളിലേക്ക് എത്തിത്തുടങ്ങിയ സമയത്താണ് നമ്മളുള്ളത്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള സംഘടനകളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ജോളി ഫ്രണ്ട്സിന്റെ പ്രവർത്തകരോട് എനിക്ക് പറയുവാനുള്ളത്, സമൂഹത്തിൽ നിന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ലഹരി മരുന്നുകൾക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് നമ്മളെ പ്രദേശത്ത് വളർന്നു വരുന്ന കുട്ടികളെ ലഹരിയിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഈ നിങ്ങളുടെ സംഘടനാ രൂപീകരണവും നിങ്ങളുടെ പരിപാടികളെല്ലാം സാർത്ഥകമായി എന്നാണ് ഞാൻ സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഒരുപാട് എഫർട്ട് എടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിന്റെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിന് വേണ്ടി ഇന്നൊരു വീൽ ചെയർ ഇവിടെ സംഭാവന കൊടുക്കുകയാണ്. ഒരുപാട് ചെറുപ്പക്കാരുടെ അധ്വാനമാണ് അതിന് പിന്നിൽ, അവരുടെ ആവേശമാണ് അതിന് പിന്നിൽ. സാധാരണക്കാർക്ക് വേണ്ടി, പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവർ അത്തരത്തിലുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചതും അത് നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചതും. നമ്മൾ അത്തരം പ്രവർത്തനങ്ങൾക്ക് നിറഞ്ഞ പിന്തുണ നൽകേണ്ടതുണ്ട്. അവ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രദേശത്തെ ഒരു വിഭാഗം ചെറുപ്പക്കാർ ഇങ്ങനെ കൂടിച്ചേരുകയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നമ്മൾ കൃത്യമായി നിർവഹിക്കണം. ഇവർക്ക് നല്ല പിന്തുണ കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അവരെ നമ്മൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിക്കൂടാ. അങ്ങനെ നിരുത്സാഹപ്പെടുത്തുമ്പോഴാണ് സ്വാഭാവികമായിട്ടും പലപ്പോഴും പല സംഘടനകളും ആ സംഘടനയുടെ പ്രവർത്തകന്മാരും ഒക്കെ വഴിതെറ്റി സഞ്ചരിക്കുന്നതിന് കാരണമാകുന്നത്. ലത്തീഫ് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു,
വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 3-4 വർഷങ്ങളായി ഈ പ്രദേശത്ത് വളരെ പ്രതീക്ഷാനിർഭരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ജോളി ഫ്രണ്ട്സ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്, നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ നാടിന്റെ എല്ലാ തരത്തിലുള്ള എല്ലാ നാടിമിടിപ്പുകളും അറിയാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനമായി ജോളി ഫ്രണ്ട്സ് മാറണം. ഇന്നിവിടെ ഗാനമേളയുണ്ട്, നമുക്കറിയാം. ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്നത് ഗാനമേള കേൾക്കുവാനും ആസ്വദിക്കുവാനുമാണ്. ആ ആസ്വാദനമൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. കലാപ്രകടനങ്ങൾ ആസ്വദിക്കുക എന്നുള്ളത്, അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നതൊക്കെ വളരെയേറെ ആവശ്യമായ കാര്യമാണ്. നമ്മളെ കുട്ടികളെ നമ്മൾ അത്തരത്തിൽ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികളെ അവരുടെ സർഗവാസനകൾ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രോത്സാഹനം കൊടുത്താൽ നാളെയുടെ നല്ല പൗരന്മാരായി വളരാൻ അവർക്ക് സാധിക്കും. നമുക്കറിയാം, കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും അവരുടെ മുന്നിലുണ്ടാകുക സമൂഹമാണ്. എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും ബഹുമാനിക്കുവാനും എല്ലാവരെയും അംഗീകരിക്കുവാനും, എന്നാൽ സമൂഹത്തിലെ തെറ്റുകളെ കലാപരമായി തുറന്നു കാണിക്കുവാനും സാധിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് കലാകാരന്മാർ. അവരുടെ അഭിനയത്തിലൂടെ, അവരുടെ പ്രകടനത്തിലൂടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ദുർപ്രവർത്തനങ്ങൾക്കെതിരെ കൃത്യമായ നിലപാടുകൾ പ്രകടിപ്പിക്കുവാനും ആളുകൾക്ക് ബോധനം കൊടുക്കുവാനും അവർക്ക് സാധിക്കും. അത്തരത്തിലുള്ള നല്ല പ്രതിഭകളെ നമ്മൾ വാർത്തെടുക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഇവിടെ കഴിഞ്ഞ 4 വർഷമായി വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ജോളി ഫ്രണ്ട്സിന്റെ പ്രവർത്തകരെ ഈ സമയത്ത് മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ഈ നല്ല സദസ്സൊരുക്കിയ ഇവിടുത്തെ നാട്ടുകാരുണ്ട്, ഇവർക്ക് നിറഞ്ഞ പിന്തുണ കൊടുക്കുന്ന നാട്ടുകാരുണ്ട്. ഈ നാട്ടുകാരെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ഈ പരിപാടി ഔപചാരികമായി, നമുക്കറിയാം ഇവിടെ ഞങ്ങളുടെ പ്രസംഗങ്ങളൊന്നുമല്ല ഇവിടെ പ്രധാനം, അതിനൊന്നുമല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. ഇതിനെ കൂടെ കൂടുവാനും ഈ നന്മയിൽ പങ്കാളികളാകുവാനും ഇത് ആസ്വദിക്കുവാനുമാണ് നിങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങൾക്ക് വേണ്ടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് നമ്മളുടെ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ഇടത്തടത്തിൽ നുസൈബ. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചു. അവരെ ജോളി ഫ്രണ്ട്സ് കാഞ്ഞിരക്കോലിൻ്റെ വാർഷിക വേളയിലാണ് നമ്മളിപ്പോൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച റഷീദ്, ഈ പരിപാടിയുടെ അധ്യക്ഷൻ ലത്തീഫ് കൊളക്കാടൻ, നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ എടശ്ശേരി, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമുക്കൊക്കെ അറിയാം ജോളി ഫ്രണ്ട്സിൻ്റെ ഈ കാരുണ്യ പ്രവർത്തനം നമുക്ക് ഒരുപാട് കാലമായിട്ട്, പതിറ്റാണ്ടുകളായി നമ്മുടെ ജോളി ഫ്രണ്ട്സ് കാഞ്ഞിരക്കോല് നിലകൊള്ളിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു 3-4 വർഷമായി അവർ വീണ്ടും അത് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. എന്തായാലും വളരെ നല്ല കാരുണ്യ പ്രവർത്തനത്തിലൂടെ ജനമനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പ്രളയവും കോവിഡും നിപ്പയും ഒക്കെ വരുന്ന കാലത്ത് നമുക്ക് ആദ്യം നമ്മളെല്ലാവരും വാർഡ് മെമ്പർമാരായാലും മറ്റുള്ളവരായാലും സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വേഗം നമ്മൾ കാണുന്നത് നമ്മുടെ ക്ലബ്ബുകാരോടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് പറയുക. അവർക്ക് എത്താൻ പറ്റുന്നിടത്തോളം അവരെത്തും. കാരണം വളരെ അധികം കാരുണ്യ പ്രവർത്തനത്തിലൂടെ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ അവർക്കുള്ള വീൽ ചെയർ ഇവർ കൊടുക്കുന്നുണ്ട്. എന്തായാലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഈ നമ്മുടെ ജോളി ഫ്രണ്ട്സ് ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. നമുക്ക് നേരത്തെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ നല്ല കലാപരിപാടികളും കുട്ടികളുടെ കലാപരിപാടികളും ഗാനമേളയൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കൊന്നും നമ്മുടെ പ്രസംഗമൊന്നും ആർക്കും ദഹിക്കുമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിന് ഈ ജോളി ഫ്രണ്ട്സിൻ്റെ ഈ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ സംഘാടകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി കെയർ ആൻഡ് പാലിയേറ്റീവ് തലക്കാട് അബു ഫസലിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ എല്ലാ നന്മകളും കെടുത്തിക്കളയുന്ന മാറാരോഗങ്ങളും അതുപോലെ തന്നെ വാർദ്ധക്യവും മറ്റു പ്രയാസങ്ങളൊക്കെ ഉള്ള സന്നദ്ധ മേഖല പാലിയേറ്റീവ് സംവിധാനത്തിന് കൂടി
കഴിഞ്ഞ പതിറ്റാണ്ടുകാലമായി കാഞ്ഞിരക്കോലിൻ്റെ നിറസാന്നിധ്യമായ ജോളി ബ്രദേഴ്സ് കാലുവെക്കുന്നു എന്നുള്ള ഒരു നല്ല നിറം പകരുന്ന നിമിഷങ്ങൾക്കാണ് ഇവിടെ വേദിയാകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 8 വർഷമായി തലക്കാട് ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് രംഗത്ത്, സാന്ത്വന പരിചരണ രംഗത്ത് നിറസാന്നിധ്യമായി നിങ്ങളുടെ പ്രദേശത്തും എത്തിക്കൊണ്ടിരിക്കുന്ന കെയർ പാലിയേറ്റീവിൻ്റെ ഭാഗം കൂടി ഇന്നത്തോടുകൂടി ജോളി പ്രദേശ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ സമയത്തിന്, നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ സമ്പത്തിനൊക്കെ ഒരു നിറം പകരുന്ന അല്ലെങ്കിൽ ഒരു നന്മ പകരുന്ന ഒരു സംവിധാനമായി നിങ്ങളുടെ നാടും മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തോടു കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിന് ഏത് സമയമാണ് താളം തെറ്റുക എന്ന്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, ഒരു അപകടം വന്നു കഴിഞ്ഞാൽ, വാർദ്ധക്യം കൊണ്ട് 4 ചുമലിൽ തളക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനെ ഒക്കെ നമ്മൾ താളം തെറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ആ സമയത്ത് കൂടെ നിൽക്കാൻ ഞങ്ങളുണ്ട് കൂടെ എന്ന് കാഞ്ഞിരക്കോലിൽ നിന്ന് പറയാതെ പറയുകയാണ് ജോളി ബ്രദേഴ്സ് ഇന്നത്തോടു കൂടി. അതുകൊണ്ട് തന്നെ ഒരു പാലിയേറ്റീവ് പ്രവർത്തകൻ എന്ന നിലക്ക്, അതോടൊപ്പം ഒരു ആരോഗ്യ പ്രവർത്തന എന്ന നിലക്ക് ഒരു കൂട്ടി വായിക്കാനുള്ളത്, ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞ പോലെ നമ്മുടെ ആരോഗ്യവും സമ്പത്തും തകർന്നുകൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് ലഹരി പദാർത്ഥങ്ങൾ എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ലഹരി പദാർത്ഥങ്ങൾക്ക് ഒരു യുദ്ധം നടത്താൻ ജോളി ബ്രദേഴ്സ് മുന്നിട്ട് ഇറങ്ങണമെന്നും, അതോടൊപ്പം തന്നെ തലക്കാട് പഞ്ചായത്തിൽ സന്നദ്ധ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കെയർ പാലിയേറ്റീവിന് കൂടെ നിൽക്കാൻ നിങ്ങളും ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. അടുത്തതായി കെയർ പാലിയേറ്റീവ് കാഞ്ഞിരക്കോൽ യൂണിറ്റ് സെക്രട്ടറി ഉസ്മാൻ ആശംസകൾ അർപ്പിക്കും. വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, പാലിയേറ്റീവിന് 2 വീൽ ചെയർ നമ്മുടെ ജോളി ഫ്രണ്ട്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ ജോളി ഫ്രണ്ട്സിൻ്റെ കൂടെ പാലിയേറ്റീവിൻ്റെ കൂടെ ഉണ്ടായതോടെ എനിക്ക് വലിയ അഭിമാനം തോന്നുന്നുണ്ട്. ഇനിയും കുട്ടികൾ ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ മുന്നോട്ട് പോകണം. പിന്നെ മുൻ പ്രാസംഗികർ പറഞ്ഞ പോലെ പ്രധാന പ്രശ്നം ലഹരിയാണ്. അപ്പോൾ ലഹരിക്കെതിരെയുള്ളൊരു ബോധവൽക്കരണം ക്ലബിലെല്ലാ കുട്ടികളും അതിൽ പങ്കെടുക്കുകയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളോട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. നമ്മളെ ഈ പരിപാടിയിൽ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിലൊന്ന്, നമ്മുടെ പ്രദേശത്ത് നിന്നും SI റാങ്കിലേക്ക് ഉയർന്ന് ജോലി ലഭിച്ചിട്ടുള്ള നിതിൻ വാസ്, വെള്ളിയാറമ്പ് സ്വദേശിയായിട്ടുള്ള നിതിൻ വാസ്, അവരെ ആദരിക്കലുണ്ടായിരുന്നു. അവർ ഇന്നലെയാണ് ട്രാൻസ്ഫറായിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പോയത്. അതുകൊണ്ട് ഇന്ന് അവിടെ നിന്ന് വരാൻ കഴിയില്ല എന്ന് അവർ നമ്മൾ അറിയിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവരെത്താൻ സാധിക്കാതിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദരിക്കുന്നത് നമ്മളുടെ സഹോദരി തേക്കിൽ ഖദീജ, പാലിയേറ്റീവ് രംഗത്ത് നമ്മളെ നാടിൻ്റെ തലക്കാട് പഞ്ചായത്തിൻ്റെ നിറസാന്നിധ്യമായ തേക്കിൽ ഖദീജയെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. ഇനി നമ്മളുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ വീൽ ചെയർ വിതരണം, മറ്റ് കാര്യങ്ങൾ, അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹലോ 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 പ്രിയമുള്ളവരെ, നമ്മുടെ കെയർ പാലിയേറ്റീവിന് വീൽ ചെയർ നൽകപ്പെടുകയാണ്. നമ്മുടെ കെയർ പാലിയേറ്റീവിന് വേണ്ടി ജോളി ഫ്രണ്ട്സ് നൽകുന്ന വീൽ ചെയറുകൾ ഇവിടെ വിതരണം നടത്തപ്പെടുകയാണ്. ആദ്യത്തേത് വീൽ ചെയർ നൽകുന്നതിന് വേണ്ടി സബാഹ്, അന്നാസർ, സതീശൻ, അൽ ലത്തീഫ് എന്നിവരെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നത്
ഏറ്റുവാങ്ങുന്നത് കെയർ പാലിയേറ്റീവ് പ്രതിനിധികൾ അബു ഫസൽ, അബൂബക്കർ BP അങ്ങാടി, ഖദീജ കെയർ പാലിയേറ്റീവ് നഴ്സ്, ഉസ്മാൻ കക്കൊഴിൽ കെയർ കഞ്ഞിക്കോൽ യൂണിറ്റ് സെക്രട്ടറി. പ്രേമളവരി വേദിയിൽ അടുത്തതായി കേരളത്തിൽ എന്നും എല്ലാവർക്കും ഒരു താങ്ങും തണലും, അതുപോലെ ഏത് പ്രതിസന്ധി എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ നിന്ന് നമ്മളോട് ഒരുവനായി നിന്ന് ഇന്ന് കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഏത് വെളിപ്പുറത്തും എത്തുന്ന ഒരു അംഗങ്ങളുണ്ട്. നമ്മുടെ പോലീസ് നമ്മുടെ നാട്ടിൽ നിന്നും SI പോസ്റ്റിലേക്ക് ഉയർന്നു വന്ന നമ്മുടെ ജിതിൻ ബാസ് നമ്മുടെ നാട്ടുകാരനാണ്. നമ്മുടെ ജിതിൻ ബാസിന് സ്നേഹാദരം നൽകപ്പെടുകയാണ്. അത് നമ്മുടെ ജിതിൻ ബാസ് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അസ്കർ അവരുടെ ജ്യേഷ്ഠൻ ഏറ്റുവാങ്ങുന്നു. നൽകുന്നത് അസ്കർ നിതിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നൽകുന്നതിന് വേണ്ടി അസ്കർ. പ്രേമുള്ളവരെ, നമ്മുടെ നാട്ടിൽ നിന്നും നമുക്കൊരു SI കിട്ടിയ ഒരു ആദരമാണ് നൽകുന്നത്. എല്ലാവരും നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ഏറ്റുപിടിക്കാം. താങ്ക് യു. അടുത്തത് പാലിയേറ്റീവ് നഴ്സിംഗ് രംഗത്ത് ഉന്നതങ്ങളിലെത്തിയ നമ്മുടെ തേക്കിൽ ഖദീജ എന്നവർക്ക് ബഷീർ കരിപ്പാപ്പറമ്പിൽ സ്നേഹാദരം നൽകുന്നു. നൽകുന്നതിന് വേണ്ടി ബഷീറിനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് തേക്കിൽ ഖദീജ. വേദിയിൽ അടുത്തത് ഫാത്തിമ മിൻസ എന്ന കുട്ടിക്ക് ഉറുദു സ്പീച്ചിൽ സബ് ജില്ലയിൽ 1ാം സ്ഥാനം നേടിയ ഫാത്തിമ മിസ്നയ്ക്ക് സ്നേഹാദരം നൽകുന്നു. പാറയിൽ ഷബീർ. അടുത്ത വേദിയിൽ പ്രേമുള്ളവരെ, നമ്മുടെ നാട്ടിലെ കുട്ടികളാണ്. അവർക്കുള്ള ഒരു സ്നേഹാദരം ഇവിടെ നിന്നും ലഭിക്കുമ്പോൾ നിങ്ങൾ നൽകുന്ന ഓരോ കയ്യടിയുമാണ് അവർക്ക് വീണ്ടും ഉയർന്നു വരാനുള്ള ഒരു അവസരം. എല്ലാവരും പഠിക്കാതെ ഇരു കയ്യും കൂട്ടി അവർക്കൊരു പ്രോത്സാഹനം നൽകുക, യാതൊരു മടിയും കൂടാതെ. നിങ്ങൾ നൽകുന്ന ഓരോ കയ്യടിയുമാണ് അവർക്കുള്ള പ്രചോദനം എന്ന് മറക്കരുത്. അടുത്തത് 2022-23 വർഷത്തെ LSS നേടിയ മുഹമ്മദ് ഷമീൽ എന്ന കുട്ടിക്ക് സ്നേഹാദരം നൽകുന്നത് നാസർ PT. ഏറ്റുവാങ്ങുന്നതിന് മുഹമ്മദ് ഷമീൽ, നൽകുന്നത് നാസർ PT. ജോളി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സ്നേഹാദരമാണ്. അടുത്ത വേദിയിൽ
2022-23 വർഷത്തെ LSS നേടിയ സന ഷംലി എന്ന കുട്ടിക്ക് സ്നേഹാദരം നൽകുന്നത് ഷെരീഫ് കെ. പ്രിയമുള്ളവർ, നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് സ്വീകരിക്കാം. വേദിയിൽ അടുത്തതായി പിഞ്ചുബാല്യങ്ങൾ എന്നും നമുക്കൊരു ഹരമാണ്. ആ പിഞ്ചുബാല്യങ്ങളെ താരാട്ടുപാട്ട് പാടി പിഞ്ചുബാല്യങ്ങളെ മനസ്സിൽ ഇടം നേടി നീണ്ട 15 വർഷക്കാലത്തോളം അംഗനവാടിയിൽ സേവനം അനുഷ്ഠിച്ച ഹേമലത ടീച്ചർക്ക് ഒരു സ്നേഹാദരം നൽകപ്പെടുകയാണ്. നൽകുന്നത് ഇക്ബാൽ ആൻഡ് അൻസാരി. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഹേമലത ടീച്ചറെ സാദരം ക്ഷണിക്കുന്നു. നീണ്ട 15 വർഷക്കാലത്തോളം നമ്മുടെ പിഞ്ചുബാല്യങ്ങൾക്ക് അറിവുകൾ നുകർന്ന നമ്മുടെ ഹേമലത ടീച്ചർക്ക് ക്ലബിന്റെ ഒരു സ്നേഹാദരം നൽകുമ്പോൾ നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് സ്വീകരിക്കാം. ഈ സെഷൻ അവസാനിക്കാൻ പോവുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി MK ഫാസിലിനെ ക്ഷണിച്ചോളും. ഈ പരിപാടിയിൽ സ്വാഗതം അർപ്പിച്ച റഷീദ്, അതുപോലെ അധ്യക്ഷനായ ലത്തീഫ് കൊളക്കാടൻ, ഉദ്ഘാടനം നിർവഹിച്ച ഫൈസൽ എടശ്ശേരി, അതുപോലെ ആശംസ അർപ്പിച്ച നുസൈബ, എല്ലാവരെയും ഈ പരിപാടിയിൽ ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെക്ഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു.